ഹസ്തിനപുരത്ത് ഗാന്ധാരി ഗർഭിണിയാകുന്നു. എല്ലാവരും സന്തോഷം കൊണ്ട് മതിമറന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. വ്യാസൻ അവിടെ അവതരിച്ചിട്ട് പറഞ്ഞ് ഗാന്ധാരിക്ക് 100 ആൺമക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഗാന്ധാരി പ്രസവിച്ചത് കുഞ്ഞിനെ അല്ലായിരുന്നു, മറിച്ച് ഒരു മാംസപിണ്ഡം. ഇക്കുറിയും സത്യവതി വല്ലാതെ വ്യാകുലപ്പെട്ടു. എന്താണിത് സംഭവിച്ചത്? വ്യാസൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചിട്ടും ഇങ്ങനെ ഒരു ദുരന്തം എങ്ങനെ ഗാന്ധാരിക്കുണ്ടായി? സത്യവതി വ്യാസനെ വിവരമറിയിച്ചു. വ്യാസൻ വന്നു 101 ഭരണി ആവശ്യപ്പെട്ടു. എണ്ണ നിറച്ച 101 ഭരണി. ഈ 101 ഭരണിയിൽ മാംസപിണ്ഡം ഓരോ കഷണങ്ങളാക്കി നിക്ഷേപിച്ചു. 101 ഭരണിയിൽ 101 കുഞ്ഞുങ്ങൾ പിറന്നു. 100 ആൺമക്കളും ഒരു മകളാണ് ദുശ്ശള എന്നാണ് മഹാഭാരത കഥ. ഗാന്ധാരിക്കും ധൃതരാഷ്ട്രരിലും ഉണ്ടായ കുഞ്ഞുങ്ങളെ കൗരവർ എന്നും, പാണ്ഡുവിലും കുന്തിയിലും മാദ്രിയിലും ഉണ്ടായ കുഞ്ഞുങ്ങളെ പാണ്ഡവർ എന്നും അറിയപ്പെട്ടു.